പുതിയൊരു ദിവസം, പുതിയൊരു വണ്ടിയും പുതിയൊരു പണിയും. ഇന്ന് നമ്മൾ റിംഗ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഈ വണ്ടിയിൽ. അതും നോർമലി നമ്മൾ കാണുന്ന റിംഗ് ലൈറ്റ്സ് അല്ല, ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. ഇതിപ്പോ നോർമലി വൈറ്റ് കളറാണ് വരിക, ഇതിന്റെ ബാക്കിലൊക്കെ കണ്ടല്ലോ. പക്ഷെ ഇത് സ്മോക്ക് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ ഇത്തിരി ഡാർക്ക് ആക്കിയിട്ട് സ്മോക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ പിന്നെ ഒരു ഇൻഡിക്കേറ്ററിന്റെ കണക്ഷൻ അടക്കം വരുന്നുണ്ട്. വൈറ്റ് കളറാണ്, അതിന്റെ ഒപ്പം ഇൻഡിക്കേറ്ററിന്റെ ഒരു സർക്യൂട്ടും കൂടെ. ഇങ്ങനെയാണ് സാധനം വരുന്നത്. ഇതിന്റെ ഉള്ളിൽ വൈറ്റിന്റെ ചിപ്പ് ആ മഞ്ഞ കളറാണ്, ആ ഓറഞ്ച് കളർ ഉള്ളത് നമ്മളെ ഇൻഡിക്കേറ്ററിന്റെ ചിപ്പും. അപ്പോൾ 2 സർക്യൂട്ട് ഉണ്ട്, 2 വയറുണ്ട്. ഇതിന്റെ പിന്നെ ഡീകോഡർ അങ്ങനത്തെ സാധനങ്ങൾ സർക്യൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും എന്തായാലും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷനും അതിന്റെ പ്രൊസീജിയറും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഫ്ലാഷർ ഒന്ന് റെഡിയാക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റിൽ താല്പര്യമുള്ളവർ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിതിൽ ആദ്യം ചെയ്യാൻ പോകുന്ന പണി എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ബാക്കിലെ വയറൊക്കെ ആകെ 3 ചെറിയൊരു സോൾഡറിങ്ങിലാണ് നിൽക്കുന്നത്. അത് ഇത്തിരി കണക്ഷൻ വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീണ്ടും റീസോൾഡർ ഒക്കെ ചെയ്യേണ്ടി വന്നു. ഇതിന്റെ ബാക്കിൽ 3 ക്ലിപ്സ് ഉണ്ട്. ഈ ക്ലിപ്സ് എന്തായാലും നമ്മളെ വണ്ടിക്ക് വെക്കുമ്പോൾ കട്ട് ചെയ്ത് കളയണം. കാരണം ഇത് പ്രൊജക്ടറിന്റെ മേലെ ഡയറക്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന അതിനുള്ള ക്ലിപ്സ് ആണ്. നമ്മളെ വണ്ടിക്ക് വരുന്ന ആ പ്രൊജക്ടറിന്റെ മേലെ ഒരു മാസ്കും കൂടെ വരുന്നുണ്ട്, നമുക്ക് അതിന്റെ മുന്നിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ ക്ലിപ്പ് നമുക്ക് ഒഴിവാക്കണം, അത് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഈ ഏരിയ മൊത്തം എൻ്റെ റിംഗ് ലൈറ്റ് ചെയ്ത പോലെ സിലിക്കോണിന്റെ ഗ്ലൂ ഗൺ ഇട്ടിട്ട് കവർ ചെയ്യും. അപ്പോൾ ഇതിന് ഡാമേജ് ഒന്നും ആവാതെ നമുക്ക് ഉറപ്പ് വരുത്താം. പിന്നെ വാട്ടർ പ്രൂഫിങ്ങും ആവും. കുറച്ച് നേരം നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഇട്ടിട്ട് കണ്ടല്ലോ, നല്ല ചൂടായിട്ട് നിൽക്കുക. നമ്മളെ റിംഗ് ലൈറ്റ് ഫുള്ള് സിലിക്കോൺ ഗ്ലൂ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫുള്ള് വീശി അടിച്ച് മൊത്തത്തിൽ കവർ ചെയ്തു. ഇനി ഈ സാധനത്തിൽ വെള്ളം കയറാത്ത രീതിയിൽ ഒക്കെ മൊത്തത്തിൽ സീൽഡാണ്. ഇതിൻ്റെ ഈ ട്യൂബിൻ്റെ ഉള്ളിലോട്ട് ഇനി വെള്ളമോ പൊടിയോ സാധനങ്ങളോ ഒന്നും കയറില്ല. അതിൻ്റെ ഡിസ്കളറേഷനോ ഒന്നും സംഭവിക്കില്ല. ജസ്റ്റ് ഈ വെച്ച അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ ഹെഡ് ഊരി എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ ഫ്രണ്ടിലെ ഈ മാസ്ക് ഉണ്ടല്ലോ, ഈ മാസ്കിൻ്റെ മേലെയാണ് നമ്മളെ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു സംഭവം വരിക. നമ്മളെ ഈ മാസ്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു മേലൊരു കട്ടിങ് ഉണ്ട്, അതുകൊണ്ട് കറക്റ്റ് കയറി നിൽക്കില്ല. അപ്പോൾ കറക്റ്റ് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളിലൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കും. ഇതിന് ആൾറെഡി ഉണ്ട്, പക്ഷേ അതും പോരാ, കുറച്ചുകൂടി കയറ്റി കൊടുക്കണം. അതേപോലെ ഈ സൈഡിലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മാസ്ക് ഉണ്ടല്ലോ, ഈ മാസ്ക് നമ്മൾ സ്ക്രൂസൊക്കെ അയച്ചിട്ട് ഊരി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ഗ്രൈൻഡർ ഗാർഡൊന്നും ഇല്ലാതെ ചെറിയ കട്ടിംഗ് വീൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ ചെറിയ കട്ടിങ്സ് ഇടാൻ ഗാർഡ് ഇട്ട് കഴിഞ്ഞാൽ നടക്കില്ല. എന്തായാലും സാധനം ഡേഞ്ചറാണ്, ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി ഒരു ഹെൽമെറ്റ് ഇടുക, സേഫ്റ്റി ഫസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അങ്ങനെ 2 മാസ്കും നമ്മൾ ഇവിടെ മേലെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ഇത് കയറി നിൽക്കും. നമ്മൾ 3M ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒട്ടിക്കും വേണം. ഉള്ളിലുള്ള കട്ടിങ്സ് ഒക്കെ കണ്ടല്ലോ, ഈ സൈഡ്, ഇത് റൈറ്റ് സൈഡ്, മറ്റേ ലെഫ്റ്റ് ആയിരുന്നു. ഇത്രത്തോളം കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ റിംഗ് ലൈറ്റ് എടുത്തിട്ട് ഇവിടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റിയിട്ടുണ്ട്, ഏകദേശം ആ ഒരു ആംഗ്രി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. 2 റിംഗ് ലൈറ്റും അതേപോലെ തന്നെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് സൈഡ് സിലിക്കോൺ ഗ്ലൂ ഇട്ട് ഫുള്ള് കവർ ചെയ്ത്, അതായത് ഈ റിംഗ് ലൈറ്റിന് ഇനി ഒന്നും പറ്റില്ല എക്സെപ്റ്റ്
ഉള്ളിലുള്ള ചിപ്പിൻ്റെ ലൈഫ് ടൈം കഴിഞ്ഞിട്ട് അടിച്ചു പോകുന്നവരെ ഈ ട്യൂബിനും കാര്യങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല. അതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്. ഇനി 1-2 പണിയും കൂടെ ബാക്കിയുള്ളൂ. ഈ സാധനം ഈ മാസ്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് 3M ടേപ്പ് വെച്ചാണ്ട് ഒന്ന് ഒട്ടിക്കാനുണ്ട്. ആ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനിൽ നിർത്തിയതിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ഫ്ലാഷറും കൂടെ റെഡിയാക്കാനുള്ളൂ. ഇതാണ് നമ്മളെ വണ്ടിയിൽ വെച്ചിട്ടുള്ള ഫ്ലാഷർ. ഇതിൻ്റെ കണക്ഷൻ ഒന്ന് റെഡിയാക്കണം. പിന്നെ നമ്മൾ ഈ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. ഇവിടെ ശരിക്കും ഒട്ടിയിട്ടില്ല. നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഒട്ടിക്കും. വണ്ടിയുടെ വർക്ക് ഇപ്പോൾ ഒരുപാട് പ്രോഗ്രസ് ചെയ്തിട്ടോ. ഇപ്പോൾ നമ്മളെല്ലാത്തിൻ്റെ കണക്ഷൻസ് കൊടുത്തു. നമ്മുടെ മീറ്റർ പാനലിലെ താഴെയൊക്കെ കണ്ടോ ഫുള്ള് ഡബിൾ സൈഡ് ടാപ്പ് ഒക്കെ വെച്ചാണ്ട് കവർ ചെയ്തിട്ടുണ്ട് വൈബ്രേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ചിനും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സർക്യൂട്ട് ഞാൻ അവസാനം കത്തിച്ച് കാണിച്ചു തരാം. ഫൈനലി ഒരുപാട് നേരത്തെ എഫേർട്ടിന് ശേഷം നമ്മൾ വണ്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഈ കീ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇതിന്റെ അസാടൊക്കെ ഓഫ് ചെയ്യില്ലേ, ഇതാണിപ്പോൾ നമ്മളെ റിംഗ് ലൈറ്റിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്താ. ഇവിടെ നമ്മളെ മീറ്ററിൽ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാലേ ഇത് കത്തുള്ളൂ. ആ സ്വിച്ച് നക്കി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. അതായത് BS6 വണ്ടിയാണ്. ഇതിൽ പാർക്ക് ലൈറ്റ് ഓൺ ആയി കിടക്കുന്നുണ്ട്. റിംഗ് ലൈറ്റിന് സെപ്പറേറ്റ് സ്വിച്ചാണ്, 2-way സ്വിച്ചാണ്. അപ്പോൾ ഇത് ഓഫാക്കുക ഓണാക്കുക. ഇനി ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഫംഗ്ഷൻ ഉണ്ട്. ഇനി റൈറ്റ് ഒന്നിട്ടാ, ഇനി ഹസാർഡ് ഒന്നിട്ട്, ഇത് ഹസാർഡ് ലൈറ്റ്. നമ്മളിവിടെ ബ്ലാക്ക് ടാപ്പ് ചുറ്റിയിട്ട് ഇവിടെ ഒരു ആംഗ്രി ലുക്ക് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇൻഡിക്കേറ്ററിന്റെ ഫംഗ്ഷൻ റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ റിംഗ് ലൈറ്റ് വർക്ക് ചെയ്യില്ല കേട്ടോ. വൈറ്റ് വർക്ക് ചെയ്യില്ല, വൈറ്റ് ഓഫ് ആയി കിടക്കും. അടുത്ത അതിഥി വന്നിട്ടുണ്ട്. റിംഗ് ലൈറ്റ് ഓൺ ആയി കിടക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ആ വൈറ്റ് കളർ ഓഫ് ആവും കേട്ടോ. പിന്നെ ഈ ഓറഞ്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ആ സംഭവം ഓഫ് ആവുന്നവരെ. അതായത് ഓറഞ്ച് ലൈറ്റ് കത്തി ആ റിംഗ് ലൈറ്റ് ഒന്ന് അത് ഓഫാക്കിയ ഇൻഡിക്കേറ്റർ ഓഫായി 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം വൈറ്റ് കത്തുള്ളൂ. അതായത് നമ്മളെ റിലേൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ടിക് ടിക് എന്ന് പറഞ്ഞാൽ ഓഫായി ഓണായി, അതിൻ്റെ ഇടയിൽ ഈ വൈറ്റ് ഓണായി കിടക്കില്ല. ഈ ഓറഞ്ച് കളർ ഓണായി കഴിഞ്ഞാൽ 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം അത് ഓഫായതിന് ശേഷം മാത്രമേ വൈറ്റ് കത്തുള്ളൂ. റൈറ്റിക്ക് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് അത് ഓഫാക്കി 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം വൈറ്റ് കത്തുക. അത് കൊള്ളാം, നല്ല ഫങ്ഷനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക്. ഓക്കെ അല്ലേ ഇൽഷാദെ? ഒക്കെ സെറ്റ് അല്ലേ? ഇതുവരെ ഇവിടെ ഇല്ലാത്ത പോലെ സെറ്റ് തരണേ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വർക്ക്. ഓക്കെ ബൈ. അതാടൊന്ന് ഓഫാക്കി ഓണാക്കിയോ, ഇനി ഓഫാക്കി ഒന്നുകൂടി ഓണാക്കി വേറെ പാറ്റേൺ ഇട്ടാ, വേറെ ഒന്നുകൂടി ഓഫാക്കി ഓണാക്കി അടുത്ത പാറ്റേൺ വരട്ടെ. അടുത്ത പാറ്റേൺ അടുത്ത് ഫുള്ള് മൊത്തത്തിൽ പള്ളിപ്പെരുന്നാൾ മാതിരി ഇങ്ങനെ കത്തും. അത് കുഴപ്പമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്ന് പോയി ഇങ്ങനെ കളിക്കുക. ഇത് ദിൽഷാദിന് പറ്റിയ പാറ്റേൺ.